എല്ലാവർക്കും നമസ്കാരം. നാളെ തൈമാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. ഒന്നാമത്തെ വെള്ളിയാഴ്ച 17-ാം തീയതി ആയിരുന്നു. സങ്കടഹര ചതുർത്ഥിയുടെ കൂടെ ആദ്യത്തെ തായ് വെള്ളി 17-ന് വന്നു. ഇനി വരുന്നത് നാളെ 24-ന് ആണ്. പിന്നീട് 31-ന് ജനുവരി 31-ന് ഒരു തായ് വെള്ളിയാണ്. പിന്നെ അതുപോലെ ഫെബ്രുവരി 7-നാണ് അവസാനത്തെ തായ് വെള്ളി വരുന്നത്. തായ് വെള്ളി എന്ന് പറയുന്നത് തൈമാസത്തിലെ 4 വെള്ളിയാഴ്ചകളെയാണ് തായ് വെള്ളി എന്ന് പറയുന്നത്. അത് മഹാലക്ഷ്മി പൂജയ്ക്ക് ഏറ്റവും പ്രീതികരമായ ദിവസങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഉത്സവമായിട്ട് തന്നെയാണ് തായ് വെള്ളി പൂജ നമ്മൾ ചെയ്യുന്നത്. കുടുംബങ്ങളിൽ ഐശ്വര്യവും ഉന്നതിയും സാമ്പത്തികാഭിവൃദ്ധിയും ലഭിക്കുന്നതിന് വേണ്ടി ലക്ഷ്മി പൂജ നടത്തുന്നു. ഈ ദിവസം ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ വരുമെന്നും നമ്മളെ സന്ദർശിക്കുമെന്നും നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. ലക്ഷ്മി പൂജ മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചകളിലും ചെയ്യാറുണ്ട്. അതിൽ തായ് വെള്ളികളിൽ വളരെ പ്രാധാന്യം ഉള്ളതാണ്. ലക്ഷ്മി ദേവിക്ക് മധുര പലഹാരങ്ങളും നാണയങ്ങളും താമരപ്പൂക്കളുമാണ് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത്. അതാണ് നമ്മൾ സാധാരണ സമർപ്പിക്കാറുള്ളത്. ഇനി ലക്ഷ്മി പൂജ സമയത്ത് വീട്ടിൽ എന്ത് ചെയ്യണം എന്ന് നോക്കാം. വീട് ആദ്യമായി നന്നായി വൃത്തിയായിട്ടിരിക്കണം. പിന്നീട് നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നതാണ് ഇമ്പോർട്ടൻ്റാണ്. ആദ്യം ഗണപതി പൂജ ചെയ്തതിന് ശേഷമാണ് ലക്ഷ്മി ദേവിയുടെ മഹാലക്ഷ്മി പൂജ ചെയ്യേണ്ടത്. ഗണപതിയെ വിഘ്നേശ്വരനായി മനസ്സിൽ കണ്ട് ആരാധിക്കണം. അതിനുശേഷം ലക്ഷ്മി ദേവിയുടെ 3 ഭാവങ്ങളെയാണ് പൂജിക്കേണ്ടത്. പൂജിച്ചതിന് ശേഷം എല്ലാ ദേവന്മാരുടെയും ധനാഢ്യനായ കുബേരനെയാണ് പൂജിക്കേണ്ടത്. തായ് വെള്ളിയാഴ്ചകളിൽ രാവിലെ എഴുന്നേറ്റ് വാതിലിൽ മഞ്ഞൾ വെള്ളമോ പച്ചവെള്ളമോ തളിച്ച് ശുദ്ധിയാക്കണം. എന്നിട്ട് കോലം വരയ്ക്കണം എന്നാണ് പറയുക. കോലം വരയ്ക്കുക മീൻസ് അരിപ്പൊടി വെച്ച് വരയ്ക്കുന്നതിനേക്കാൾ അത് മാവാക്കിയിട്ട് ഒരു ചെറിയ കോലം, ഒരു സ്റ്റാർ രീതിയിൽ കോലം വരയ്ക്കുന്നത് നല്ലതാണ്. അത് മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി വരയ്ക്കുന്നത് എന്നാണ്, മാക്കോലം എന്നാണ് പറയുക. മാവ് കലക്കിയിട്ടാണ് നമ്മൾ കോലം വരയ്ക്കേണ്ടത്. പിന്നീട് പൂജാമുറിയിലെ ദേവീദേവന്മാരുടെ രൂപങ്ങളിൽ ചന്ദനവും കുങ്കുമവും പൂക്കളും അർപ്പിക്കണം. വൈകുന്നേരത്തെ മഹാലക്ഷ്മി പൂജയ്ക്കായി ഏലം, ഗ്രാമ്പൂ, തുളസിപ്പൂക്കൾ, പച്ചകർപ്പൂരം, നെയ്യ്, നാണയം, ചന്ദനം, കുങ്കുമം എന്നിവ കരുതി വയ്ക്കണം. ജവ്വാദ് പൗഡർ ഉണ്ടെങ്കിൽ അത്യുത്തമം. പിന്നീട് ദീപം കൊളുത്തുന്നത് ഏറ്റവും നല്ലത് വെറ്റില ദീപമോ ഉപ്പ് ദീപമോ കൊളുത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അരയാലില വെച്ചിട്ടുള്ള ദീപമോ കൊളുത്താം. നിവേദ്യത്തിനായി നമ്മൾ കരുതി വയ്ക്കേണ്ടത് അല്ലെങ്കിൽ ദീപം കൊളുത്തുന്നതിനായി പുളി, ശർക്കര, കല്ലുപ്പ്, മഞ്ഞൾ എന്നിവ കൂടി റെഡിയാക്കി വെക്കേണ്ടതാണ്. പരിപ്പ് കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. പരിപ്പ്, പുളി, ശർക്കര, കല്ലുപ്പ്, മഞ്ഞൾ എന്നിവ ചെറിയ പാത്രങ്ങളിലാക്കി ദേവിയുടെ മുമ്പിൽ വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ വെറ്റില ദീപം എന്ന് പറഞ്ഞാൽ ഒരു തളികയിൽ വെറ്റില വിരിച്ചതിന് ശേഷം വെറ്റിലയുടെ മുകളിലായിട്ട് നമ്മുടെ ചിരാത് വെച്ച് ചിരാതിൽ നെയ്യ് ഒഴിച്ച് വിളക്ക് കത്തിക്കുന്നതാണ് വെറ്റില ദീപം എന്ന് പറയുന്നത്. ഇനി വെറ്റില കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ
അരയാലില ഉണ്ടെങ്കിൽ അരയാലില വെച്ചിട്ട് ദീപം കൊളുത്താം. മാവില വെച്ചിട്ട് ദീപം കൊളുത്താം. ഇല്ലെങ്കിൽ വാഴയില വെച്ചിട്ട് ദീപം കൊളുത്താവുന്നതാണ്. ഇങ്ങനെ മഹാലക്ഷ്മി ദേവിയെ പൂജിക്കുന്നത് സർവ്വ പ്രശ്നങ്ങളും പരിഹരിച്ച് സന്തോഷം നൽകുന്ന ഒരു പരിഹാരമാണ് എന്നാണ് പറയുന്നത്. ഇനി ഇതൊന്നും നടക്കുന്നില്ലെങ്കിലും, ഇതൊന്നും നടക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തി പൂജ നടത്തുന്നത് സവിശേഷമായ ഫലം നൽകുക തന്നെ ചെയ്യും. 5 തിരിയിട്ട് നെയ്യൊഴിച്ച് നിലവിളക്ക് ഭദ്രദീപം കൊളുത്തുക എന്നാണ് പറയുക. അങ്ങനെ നെയ്യൊഴിച്ച് ഭദ്രദീപം കൊളുത്തി വയ്ക്കുന്നത് നല്ലതാണ്. കടബാധ്യതകളിൽ നിന്ന് മോചനം നൽകാനും മോശം ബിസിനസ്, വ്യാപാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. തായ് വെള്ളിയാഴ്ചകളിൽ സാധാരണ മഹാലക്ഷ്മി മന്ത്രങ്ങളാണ് ഉരുവിടേണ്ടത്. മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താമരപ്പൂക്കൾ കൊണ്ട് പൂജിക്കുന്നതും കുങ്കുമാർച്ചന നൽകുന്നതും വിശേഷ ഫലം നൽകും. തായ് വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിയെ നമ്മൾ തായ് വില്ലി മാതാവ് അല്ലെങ്കിൽ അംബികൈ ആരാധന എന്നാണ് പറയുക. അതിന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് തായ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്നും കത്തിക്കുന്ന ഒരു വിളക്ക് കൊണ്ട് മറ്റൊരു വിളക്കിനെ കത്തിച്ച് ദേവിയുടെ മുമ്പിൽ വയ്ക്കണം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ കൊളുത്തുന്ന വിളക്കിൽ നിന്ന് അഗ്നി മറ്റൊന്നിലേക്ക് പകർന്നതിന് ശേഷം ഒരു വിളക്ക് കത്തിച്ചു വയ്ക്കുക. വെറ്റില ദീപമായാലും ഉപ്പുദീപമായാലും സാധാരണ കൊളുത്തുന്ന വിളക്കിൽ നിന്നാണ് അഗ്നി പകരേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി എപ്പോഴാണ് വിളക്ക് കൊളുത്തേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രഹോരയിലാണ് വിളക്ക് കൊളുത്തുന്നത് ഗംഭീരമായിട്ട് പറയുന്നത്. ശുക്രഹോര എന്ന് പറയുന്നത് രാവിലെ 6 മുതൽ 7 വരെ സമയമുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെയാണ്. 1 മണി മുതൽ 2 മണി വരെയാണ്. പിന്നെ രാത്രി വരുന്നത് 8 മണി മുതൽ 9 മണി വരെയാണ്. അപ്പോൾ 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് രാത്രിയിൽ നമുക്ക് ഉപ്പുദീപം അല്ലെങ്കിൽ വെറ്റില ദീപം കൊളുത്തി വയ്ക്കുന്നതും നൈവേദ്യം സമർപ്പിക്കുന്നതും നേരത്തെ പറഞ്ഞ പോലെയുള്ള പുളി, ശർക്കര, പരിപ്പ്, കല്ലുപ്പ്, മഞ്ഞൾ എന്നിവ ചെറിയ ചെറിയ പാത്രങ്ങളായി ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നതും നല്ലതാണ്. വാഴയില, അരയാലില, മാവില, വെറ്റില ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ചെമ്പരത്തി ഇലയും ദേവിക്ക് വിളക്ക് കൊളുത്താനായി എടുക്കാം എന്നാണ് പറയുന്നത്. എപ്പോഴും ഇല തളികയുടെ മുകളിൽ വെച്ചതിന് ശേഷം അതിന് മുകളിലാണ് നമ്മൾ ദീപം കൊളുത്തേണ്ടത്. അതായത് ഉപ്പുദീപമാണ് കൊളുത്തുന്നതെങ്കിൽ ഈ ഇല തളികയുടെ മുകളിൽ വെച്ചതിന് ശേഷം ഒരു പിടി കല്ലുപ്പ് ഒരു വട്ടത്തിൽ അതിൻ്റെ മുകളിൽ പരത്തുകയാണ് വേണ്ടത്. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് 1 രൂപ നാണയം വയ്ക്കാം. ഈ നാണയത്തിൻ്റെ മുകളിലാണ് ചന്ദനവും കുങ്കുമവും തൊടിയിക്കേണ്ടത്. എന്നതിന് ശേഷം ഈ നാണയത്തിൻ്റെ മുകളിലാണ് ശുദ്ധമായ പശുവിൻ നെയ്യൊഴിച്ചിട്ടുള്ള ചിരാത് വെച്ചിട്ട് നെയ്വിളക്കിൽ ശുദ്ധമായ പശുവിൻ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിൽ താമരയുടെ തിരി വയ്ക്കുക. താമര നൂൽ കൊണ്ടുള്ള തിരി വയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ തിരി തന്നെ യൂസ് ചെയ്യാം. അതിനുശേഷം ഈ നെയ്യിലേക്ക് കുറച്ച് ജവാദ് പൗഡർ ഉണ്ടെങ്കിൽ ജവാദ് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ പച്ചക്കർപ്പൂരവും കുറച്ച് പൊടിച്ച് ചേർന്നതിന് ശേഷം വിളക്ക് കൊളുത്തുകയാണ് വേണ്ടത്. ഈ ദീപത്തിനു മുന്നിൽ പാല്, ബദാം, മത്തൻ കൊണ്ടുള്ള മധുരപലഹാരം, മത്തൻ കൊണ്ടുണ്ടാക്കുന്ന മധുരപലഹാരം, പായസം പോലെ ഉണ്ടാക്കുന്ന മധുരപലഹാരം എന്നിവ വയ്ക്കാം. അല്ലെങ്കിൽ പാലൊഴിച്ച് പായസം ഉണ്ടാക്കി വയ്ക്കാം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് വാഴപ്പഴം നൈവേദ്യമായിട്ട് വയ്ക്കാൻ പറ്റും. നൈവേദ്യത്തിന് ശേഷമാണ് കർപ്പൂരാരതി എടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കും എന്നാണ് വിശ്വാസം.
ഈ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും എന്നാണ് പറയുന്നത്. തായ് വിളക്ക് തായ് മാസത്തിലെ 4 വിളക്കുകളാണ് കൊളുത്തേണ്ടത്. ഇനിയുള്ള 3 വിളക്കുകൾ പറഞ്ഞ പോലെ നാളെ ഒരു തായ് വിളക്ക് കൊളുത്തേണ്ട ദിവസമാണ്. അപ്പോൾ നാളത്തെ തായ് വെള്ളിയാഴ്ച വൈകുന്നേരത്തെ പൂജ, ലക്ഷ്മി പൂജ, ഗണപതി പൂജയിൽ തുടങ്ങി ലക്ഷ്മി പൂജയിലൂടെ കുബേരമന്ത്രം കൂടി ചൊല്ലിയാണ് നിർത്തേണ്ടത്. ഇനി വീടുകളിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയാത്തവർക്ക് തായ് വെള്ളിയാഴ്ചകളിലെ വൈകുന്നേരത്തെ ദീപാരാധന തൊഴുത് പ്രാർത്ഥിക്കാവുന്നതാണ്. തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി ദീപാരാധന തൊഴുത് ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ദീപാരാധന തൊഴുക തന്നെ വേണം. ദീപാരാധന തൊഴുതതിന് ശേഷം പ്രസാദം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ തിരിച്ചു വരാൻ പാടുള്ളൂ. എല്ലാവർക്കും നല്ലൊരു തായ് വെള്ളി ആശംസിക്കുന്നു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഇതുപോലെയുള്ള ഓരോ ദിവസത്തെയും ഇമ്പോർട്ടൻസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസും നമുക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും നന്ദി.